ഡിപ്പാർട്ട്മെന്റ് റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു ബാങ്ക് ഈസ് നോട്ട് കേപ്പബിൾ അല്ലേ, പേ ദ മണി. അവർക്ക് ആളുകൾ വന്ന് ചോദിക്കുമ്പോൾ പണം കൊടുക്കാൻ പറ്റുന്നില്ല. ഡിപ്പാർട്ട്മെന്റ് റിപ്പോർട്ട് ചെയ്താൽ മതി ബാങ്ക് ക്രൈസിസിലാണ്. അപ്പോൾ ബാങ്കിൽ വന്ന് ബാക്കി നടപടികൾ സ്വീകരിച്ച് നിക്ഷേപകർക്ക് പണം കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കുക. അപ്പോൾ ഒരു നിക്ഷേപകരും വരില്ല. ഇത് കിട്ടൂല എന്ന് കണ്ടുകൊണ്ടല്ലേ രാവിലെ ക്യൂ വന്നത്. എന്ത് സ്ഥിതിയിലാണ് ഇവിടെ കേരളത്തിൽ ഇത് നിൽക്കുന്നത്, ബാങ്കിൽ നിൽക്കുന്നത്? ഞാനൊരു ബാങ്കിന്റെ ശതാബ്ദി ഉദ്ഘാടനം ചെയ്യാൻ പോയി. അവരെന്നോട് പറഞ്ഞ് കഷ്ടപ്പെട്ട പിടിച്ചിരിക്കണം സാർ, 100 കോടി രൂപയുടെ വിഡ്രോവൽ. കേരളത്തിലെ നിരവധി ബാങ്കുകളിൽ നിങ്ങൾ ജീവനക്കാർ നിങ്ങൾക്കറിയില്ല, വലിയ വിഡ്രോവലാണ് വരുന്നത്. അതെന്താ? നിക്ഷേപകന്റെ പണം ചില സ്ഥലത്ത് നഷ്ടപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ ഗവൺമെന്റ് വളവള വർത്തമാനം പറയരുത്. ഗവൺമെന്റ് ഗ്യാരണ്ടി കൊടുക്കണം. ഞങ്ങൾ വരും എന്ന് പറയണം. പറയാൻ പറ്റാവുന്ന നടപടികൾ എടുക്കണം. ഗവൺമെന്റ് ഉത്തരവുകൾ ഇറക്കണം. അത് ചെയ്ത് കാണിച്ചു കൊടുക്കണം. എന്നിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത്. അതിന് വേണ്ടി ഇവരുടെ പണി എന്താ? ഇവര് നമ്മളോട് പറയും നമ്മളെല്ലാം ഒരുമിച്ച് നിൽക്കണം. എന്റെ യവന്മാരുടെ കൊള്ളക്കാർക്ക് കൂട്ടുവെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പത്തനംതിട്ട ജില്ലയിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ആ സഹകരണം പിൻവലിച്ചെന്ന് പറഞ്ഞു. 21 ബാങ്കാണ് പിടിച്ചെടുത്തത്. നമ്മൾ പത്തനംതിട്ടയിലെ ജില്ലാ സെക്രട്ടറി, CPM ജില്ലാ സെക്രട്ടറി ഒരു 30 ബസ്സിൽ ഗുണ്ടകളായിട്ട് വരും. ട്രെയിനിലാണ് കള്ളൗട്ട് ചെയ്യുക. പോലീസ് കൂട്ടിയിരിക്കും. പോലീസ് നമ്മളെ അടിക്കും. നമ്മുടെ ആളുകൾ അടിച്ചു ഓടിക്കും. എന്നിട്ട് ബാങ്ക് പിടിച്ചെടുക്കുക. ഇപ്പൊ സ്ഥിതി എന്താ പറയാ? ആ ബാങ്കിലൊക്കെ UDF-കാരാണ് നിക്ഷേപിച്ചത്. തിരുവല്ല ഈസ്റ്റ് കോപ്പറേറ്റീവ് ബാങ്കിന്റെയൊക്കെ സ്ഥിതി എന്താ? ആരെയും നിക്ഷേപം പിൻവലിച്ച് നമ്മൾ ഈ സഹകരണ രംഗത്ത് ഞാൻ ഒരുപാട് ആക്ഷേപങ്ങൾ ഞാൻ കത്തിച്ചില്ല. എന്താ കാര്യം? കത്തിച്ചാൽ പ്രതിപക്ഷമാകുമ്പോ കത്തിക്കണം സാധാരണ. പക്ഷേ കേരളത്തിന്റെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ